നാസർ, മറ്റൊന്ന് ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലെ തന്നെയാണ് അവസാന കപ്പലും ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. അതിലുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെല്ലാം തന്നെ ഇപ്പോൾ സുരക്ഷിതരാണോ? ഈ സുമൂദ് ഫ്ലോട്ടിലെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നാസർ? ഏതാണ്ട് 470ഓളം ആക്ടിവിസ്റ്റുകളെയാണ്, പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകളെല്ലാം ഉൾപ്പെടെ 470 പേരെയാണ് ഇന്നലെ മാത്രം അറസ്റ്റ് ചെയ്ത് അവരെ ഇസ്രായേലിന്റെ തടങ്കൽ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ബെൻഗവിർ, അദ്ദേഹം സുരക്ഷാ മന്ത്രി കൂടിയാണ്, അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ഇവരെ തിരിച്ചയക്കുന്ന നടപടികൾ ഒരിക്കലും ശരിയല്ല, അവരെ മാസങ്ങളോളം ജയിലിൽ തന്നെ പാർപ്പിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ബെൻഗവിർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതേസമയം അന്തർദേശീയ സമ്മർദ്ദം പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇറ്റലിയിൽ നിന്നുള്ള 3 പേരെ ഇന്ന് തന്നെ തിരിച്ചയച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചയക്കുമെന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു അവസാന കപ്പൽ കൂടി പിടിച്ചെടുത്ത് ഈ ഒരു ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലയുടെ എല്ലാ വാഹനങ്ങളും, എല്ലാ നൗകകളും കടലിലാണ്. അതുകൊണ്ട് തന്നെ അത് തൽക്കാലം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ നശിപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ചില ആക്ടിവിസ്റ്റുകളെ ദേഹോപദ്രവം ഏൽപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇവരെ ഘട്ടം ഘട്ടമായി തന്നെ അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ കൂടുതൽ ഫ്ലോട്ടിലുകൾ വൈകാതെ തന്നെ ഗസയിലേക്കുള്ള ഈ ദൗത്യവുമായിട്ട് രംഗത്ത് വരുമെന്ന് ആക്ടിവിസ്റ്റുകളും സംഘാടകരും അറിയിച്ചിട്ടുമുണ്ട്. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.